നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വജ്ര വ്യാപാരിയും പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയുമായ നീരവ് മോദിക്ക് ലണ്ടൻ ഹൈക്കോടതിയിൽ തിരിച്ചടി. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വായ്പാ കുടിശ്ശികയും പലിശയും ഉൾപ്പെടെ ഏകദേശം 100 കോടി രൂപയ്ക്ക് മുകളിൽ നൽകാൻ നീരവ് മോദി ബാധ്യസ്ഥനാണെന്ന് കോടതി. ലണ്ടൻ സർക്യൂട്ട് കൊമേഴ്സ്യൽ കോടതി വിധി പുറപ്പെടുവിച്ചത് ദുബായ് രജിസ്റ്റർ ചെയ്ത ഫയർ സ്റ്റാർ ഡയമണ്ട് FZE എന്ന കമ്പനിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ച വായ്പയുമായി ബന്ധപ്പെട്ട സിവിൽ കേസിൽ ബാങ്ക് തുക ആവശ്യപ്പെട്ടത് കമ്പനിയുടെ വായ്പയ്ക്ക് നീരവ് മോദി നൽകിയ വ്യക്തിഗത ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ. സമൂഹ മാധ്യമങ്ങളിൽ പ്രകോപനകരമായ രീതിയിൽ പോസ്റ്റിട്ട നഴ്സിന് 6 മാസത്തെ സസ്പെൻഷൻ. പ്രകോപനപരമായ പോസ്റ്റിട്ടത് കള്ളബോട്ട് കയറി അനധികൃതമായി ബ്രിട്ടനിലെത്തിയ അഭയാർത്ഥികളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ വിലയിരുത്തിയത് നഴ്സ് എന്ന നിലയിലുള്ള പെരുമാറ്റ ദൂഷ്യമായിട്ട്. പോസ്റ്റുകൾ ഇട്ട സമയത്ത് ഇവർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, ബിർമിംഗ്ഹാം NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ബാങ്ക് നഴ്സ് ആയി ജോലി ചെയ്യുകയായിരുന്നു. വെനിസ്ലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ 235 മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ 200-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായി അധികൃതർ. 1500-ലധികം പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ. 10,000-ലേറെ പേരെ കാണാനില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബുധനാഴ്ച വൈകുന്നേരമാണ് മിനിറ്റുകളുടെ ഇടവേളയിൽ 7.2ഉം 7.5ഉം രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനം ഉണ്ടായത്. ഹോർമൂസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ തീരുമാനം കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ല എന്നും ഇറാൻ. സുരക്ഷയുടെ ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കും ആയിരിക്കുമെന്നും ഇറാൻ. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ആക്രമണം ഉണ്ടാവുന്നത് ഇറാൻ അമേരിക്ക ധാരണയ്ക്കു ശേഷം ആദ്യമായി. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറയും. തീരുമാനം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ. എണ്ണ ഇറക്കുമതി സാധാരണ നിലയിലെത്തിയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സിലിണ്ടറിന് 500 മുതൽ 700 രൂപ വരെ കുറഞ്ഞേക്കും. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ വില പ്രഖ്യാപിക്കും. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം നീക്കുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിപുല കർമ്മ പദ്ധതിക്ക് ഇന്ന് തുടക്കം. കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാൻ സമാനമായി രാജ്യവ്യാപകമായി പുതിയ പദ്ധതി. 3 വർഷം നീളുന്ന മാസ്റ്റർ പ്ലാനും പരിപാടിയുടെ ഭാഗമായി വിഷൻ ഡോക്യുമെന്റും കേന്ദ്രമന്ത്രി അമിത്ഷാ പുറത്തിറക്കും. ഇതുവരെ പിടികൂടിയ 6000 കോടി രൂപ വിലമതിക്കുന്ന 2 ലക്ഷം കിലോ മയക്കുമരുന്ന് നശിപ്പിച്ചുകൊണ്ട് പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാനത്ത് ജവാൻ മദ്യ ഉൽപാദനം നിലച്ചതിൽ അട്ടിമറി സാധ്യത അടക്കം അന്വേഷിക്കുമെന്ന് എക്സൈസ് മന്ത്രി M ലിജു. ജവാൻ ഉൽപാദനം നടക്കാത്തതിനെ തുടർന്ന് മറ്റു മദ്യ കമ്പനികൾക്ക് നേട്ടമുണ്ടായോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും നികുതി സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെന്നും മന്ത്രി. മന്ത്രിയുടെ പ്രതികരണം. തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് 2 ആഴ്ചയോളം സർക്കാർ മദ്യവുമായി ജവാൻ റമ്മിന്റെ ഉൽപാദനം നിലച്ച സംഭവത്തിൽ. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. 3-ാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കുമെന്ന് കരുതുന്നതായും ഇതിനുള്ള പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കണമെന്ന് മന്ത്രി. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്നും ഇതിന്റെ ജാള്യത മറക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും മന്ത്രി. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്നും ഷംസുദ്ദീൻ. വാർത്തകൾ വിശദമായി. വജ്ര വ്യാപാരിയും പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയുമായ നീരവ് മോദിക്ക് ലണ്ടൻ ഹൈക്കോടതിയിൽ തിരിച്ചടി. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വായ്പാ കുടിശ്ശികയും പലിശയും ഉൾപ്പെടെ 10.7 മില്യൺ $, അതായത് ഏകദേശം 100 കോടി രൂപയ്ക്ക് മുകളിൽ നൽകാൻ നീരവ് മോദി ബാധ്യസ്ഥനാണ് എന്ന് കോടതി വിധി. ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫയർ സ്റ്റാർ ഡയമണ്ട് FZE എന്ന കമ്പനിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ച വായ്പയുമായി ബന്ധപ്പെട്ട സിവിൽ കേസിലാണ് ലണ്ടൻ സർക്യൂട്ട് കൊമേഴ്സ്യൽ കോടതി വിധി പുറപ്പെടുവിച്ചത്. കമ്പനിയുടെ വായ്പയ്ക്ക് നീരവ് മോദി നൽകിയ വ്യക്തിഗത ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് തുക ആവശ്യപ്പെട്ടത്. കുടിശ്ശികയായ പ്രധാന തുകയായ $4.105 മില്യൺ നൽകാൻ നീരവ് മോദി ബാധ്യസ്ഥനാണെന്നും ഇതിനൊപ്പം ബാങ്ക് കണക്കാക്കിയ പലിശയും ചേർക്കണമെന്നും ഡെപ്യൂട്ടി ഹൈക്കോടതി ജഡ്ജി സൈമൺ ഡിംഗ്ലർ വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നാണയ വിനിമയ നിയമമായ FEMAയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ വ്യക്തിഗത ഗ്യാരണ്ടി നിയമപരമായി നടപ്പാക്കാൻ കഴിയില്ല എന്നായിരുന്നു നീരവ് മോദിയുടെ പ്രധാന വാദം. എന്നാൽ ഗ്യാരണ്ടി അസാധുവോ നടപ്പാക്കാനാകാത്തതോ അല്ല എന്ന് കോടതി കണ്ടെത്തി. ബാങ്ക് നൽകിയ പണമടയ്ക്കൽ നോട്ടീസ് സാധുവായി കൈമാറിയിട്ടില്ല എന്ന വാദവും കോടതി തള്ളിക്കളഞ്ഞു. 2012-ലാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫയർ സ്റ്റാർ ഡയമണ്ട് FZEക്ക് വായ്പ അനുവദിച്ചത്. 2013 ഓഗസ്റ്റ് 3-ന് നീരവ് മോദി ഇതിന് വ്യക്തിഗത ഗ്യാരണ്ടി നൽകിയിരുന്നു. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് 2024-ൽ ബാങ്കിന് കമ്പനിക്കെതിരെ പ്രധാന തുകയും പലിശയും ഈടാക്കാൻ അനുകൂല വിധി ലഭിച്ചിരുന്നു. പിന്നീട് 2025 ഒക്ടോബറിൽ നീരവ് മോദിക്ക് വീണ്ടും പണമടയ്ക്കൽ നോട്ടീസ് നൽകി.
പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും അനധികൃത ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗ് ഉപയോഗിച്ച് ഏകദേശം $2 ബില്യൺ വായ്പ നേടി എന്ന കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളും നീരവ് മോദിയെ ഇന്ത്യ അന്വേഷിച്ചു വരികയാണ്. നാടുകടത്തൽ നടപടികൾ തുടരുന്നതിനിടെ അദ്ദേഹം നിലവിൽ ബ്രിട്ടനിലെ ജയിലിലാണ്. അതേസമയം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് PNB തട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രിമിനൽ വിചാരണയല്ല എന്നും ഫയർ സ്റ്റാർ കമ്പനിയുടെ വായ്പയ്ക്കായി നൽകിയ വ്യക്തിഗത ഗ്യാരണ്ടി നടപ്പാക്കി കുടിശ്ശിക ഈടാക്കുന്നതിനുള്ള സ്വതന്ത്ര സിവിൽ നടപടിയാണെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. കള്ളബോട്ട് കയറി അനധികൃതമായി ബ്രിട്ടനിലെത്തിയ അഭയാർത്ഥികളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് പ്രകോപനപരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിട്ട നഴ്സിന് 6 മാസത്തെ സസ്പെൻഷൻ. പ്രകോപനപരമായ പോസ്റ്റുകൾ ഒരു നഴ്സ് എന്ന നിലയിലുള്ള പെരുമാറ്റ ദൂഷ്യമാണ് എന്ന് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ വിലയിരുത്തി. ഈ പോസ്റ്റുകൾ ഇട്ട സമയത്ത് ഇവർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബിർമിംഗ്ഹാം NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ഒരു ബാങ്ക് നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. ആശയങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തിന് മുൻപിൽ തുറന്നു പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് സമൂഹ മാധ്യമങ്ങൾ ഒരുക്കുന്നത്. ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിനാൽ ഭരണകൂടങ്ങളും സമൂഹ മാധ്യമ ട്രെൻഡുകൾക്ക് ചെവി കൊടുക്കാറുണ്ട്. എന്നാൽ ഈ സൗകര്യം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ബിർമിംഗ്ഹാമിലെ ഒരു NHS നഴ്സിന്റെ കഥ. കള്ളബോട്ട് കയറി അനധികൃതമായി ബ്രിട്ടനിലെത്തിയ അഭയാർത്ഥികളെ നാടുകടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രകോപനപരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിട്ട നഴ്സിന് ഇപ്പോൾ 6 മാസത്തെ സസ്പെൻഷനാണ് ലഭിച്ചിരിക്കുന്നത്. പ്രകോപനപരമായ പോസ്റ്റുകൾ ഒരു നഴ്സ് എന്ന നിലയിൽ പെരുമാറ്റ ദൂഷ്യമായാണ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ വിലയിരുത്തുന്നത്. ഈ പോസ്റ്റുകൾ ഇട്ട സമയത്ത് ഇവർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബിർമിംഗ്ഹാമിൽ NHS ഫൗണ്ടേഷൻ ഒരു ട്രസ്റ്റിൽ ഒരു ബാങ്ക് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ടിന പെട്രീഷ്യ ഓർബെൽ എന്ന ഈ നഴ്സിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് 3 പരാതികൾ ലഭിച്ചതായും NMC വിധിന്യായത്തിൽ വ്യക്തമാക്കി. അതുപോലെ ഇവരുടെ 3 മുൻ സഹപ്രവർത്തകരും ഇക്കാര്യത്തിൽ പരാതി ഉന്നയിച്ചു. 2024 ജൂലൈക്കും 2025 ഫെബ്രുവരിക്കും ഇടയിൽ ഇവർ ഇട്ട പോസ്റ്റുകളാണ് വിവാദമായത്. പ്രകോപനപരമായതും അവഹേളനപരവുമായ ഭാഷയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതായിരുന്നു പ്രധാന പരാതി. മാഞ്ചസ്റ്ററിന് സമീപമുള്ള ടിൻസിൽ മൂർ പ്രദേശത്തുണ്ടായ വൻ കാട്ടുതീയിൽ 24 മണിക്കൂറിലേറെ നിയന്ത്രണ വിധേയമാകാതെ തുടരുന്നു. 500 ചതുരശ്ര മീറ്ററിലധികം വരുന്ന മുർലാൻഡും വനഭൂമിയും തീയിൽ നശിച്ചതായി അധികൃതർ അറിയിച്ചു. കനത്ത പുക സമീപ ഗ്രാമങ്ങളെ ബാധിച്ചതോടെ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകി. 6 അഗ്നിശമന യൂണിറ്റുകളും പ്രത്യേക മൂർലാൻഡ് സംഘങ്ങളും വെള്ളം വഹിക്കുന്ന ഹെലികോപ്റ്ററും ഉപയോഗിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പ്രധാന പാതയായ A628 വുഡ്ഹെഡ് പാസ് ഇരുദിശയിലേക്കും അടച്ചു. സമീപ പ്രദേശങ്ങളിൽ താമസക്കാരോട് വീടുകളുടെ ജനലുകളും വാതിലുകളും അടച്ചിടാനും തീപിടുത്ത മേഖലയിൽ നിന്നും അകന്നു നിൽക്കുവാനും അധികൃതർ നിർദ്ദേശം നൽകി. കടുത്ത ചൂടും അതിവരണ്ട കാലാവസ്ഥയും കാട്ടുതീയുടെ വ്യാപനം ശക്തമാക്കിയെന്നാണ് വിലയിരുത്തൽ. ചെറിയ തീപ്പൊരി പോലും വലിയ ദുരന്തത്തിന് കാരണമാകാമെന്ന് മുന്നറിയിപ്പ് നൽകിയ അധികൃതർ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, കത്തുന്ന സിഗരറ്റ് കുറ്റി എന്നിവ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. 369 ദശലക്ഷം പൗണ്ട് ചെലവിൽ നടക്കുന്ന ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ വൻ നവീകരണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം പൂർത്തിയാകുമ്പോഴും രാജാവ് ചാൾസും രാജ്ഞി കമില്ലയും അവിടെ താമസമാക്കില്ല എന്ന് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വക്താക്കൾ വ്യക്തമാക്കുന്നു. 1837 മുതൽ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക ലണ്ടൻ വസതിയായിരുന്ന കൊട്ടാരം രാജഭരണത്തിന്റെ ഭരണകാര്യ കേന്ദ്രമായി തുടരുമെങ്കിലും ക്ലാരൻസ് ഹൗസ് ആണ് രാജാവിന്റെ ഔദ്യോഗിക വസതിയായി നിലനിൽക്കുക. പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രവേശനം അനുവദിക്കാനാണ് ഈ തീരുമാനമെന്നും കൊട്ടാര വൃത്തങ്ങൾ അറിയിച്ചു. പഴകിയ വൈദ്യുത കേബിൾ, ലീഡ് പൈപ്പുകൾ, ബോയിലറുകൾ എന്നിവ മാറ്റിസ്ഥാപിക്കുന്ന 10 വർഷത്തെ നവീകരണ പദ്ധതി അടുത്ത മാർച്ചിൽ പൂർത്തിയാകും. 70കളുടെ അവസാനത്തിലെത്തിയ രാജാവും രാജ്ഞിയും വീണ്ടും താമസം മാറ്റുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് തീരുമാനമെടുക്കുന്നതെന്നാണ് റിപ്പോർട്ട്. രാജാവ് ബർമിംഗ്ഹാം കൊട്ടാരത്തിൽ സ്ഥിര താമസമാക്കിയാൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ വർദ്ധിക്കുകയും സന്ദർശകർക്കുള്ള പ്രവേശനം കുറയുകയും ചെയ്യുമെന്ന ആശങ്കകൾ പരിഗണിച്ചിട്ടുണ്ട്. അതേസമയം കൊട്ടാരത്തിൽ രാജവിരുന്നുകൾ, ഉദ്യാന സമ്മേളനങ്ങൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച തുടങ്ങിയ ഔദ്യോഗിക പരിപാടികൾ തുടരും. വാർഷിക കണക്കുകൾ പ്രകാരം നികുതി വിവരങ്ങൾ പരസ്യമാക്കിയ ആദ്യ ബ്രിട്ടൻ രാജാവായി ചാൾസ് മാറി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 12.9 ദശലക്ഷം പൗണ്ടും മുൻ വർഷം 11.7 ദശലക്ഷം പൗണ്ടും നികുതിയായി അടച്ചതായി രേഖകളിൽ നിന്നും വ്യക്തമാകുന്നു. ബർമിംഗ്ഹാം കൊട്ടാരം നവീകരണത്തിനായി വർദ്ധിപ്പിച്ചിരുന്ന സോവറിൻ ഗ്രാന്റ് 2027-28 137.9 ദശലക്ഷം പൗണ്ടിൽ നിന്നും 99.9 ദശം പൗണ്ടായി കുറയുമെങ്കിലും രാജകൊട്ടാരങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തൽ, ഊർജ്ജക്ഷേമ സംവിധാനങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾക്കായി ഫണ്ട് തുടരുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഫാമിലി സിറ്റിംഗ് പോളിസിയിൽ കാതലായ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് റെയിൻ എയർ. ഇതോടെ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് അടുത്തുള്ള സീറ്റിൽ ഇരിക്കുന്നതിനായി പ്രത്യേക റിസർവേഷൻ ഫീസ് നൽകേണ്ടതില്ല.
അധിക തുക നൽകിയ സീറ്റ് റിസർവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ ചെക്ക് ഇന്നിനു ശേഷം സൗജന്യമായി തന്നെ സീറ്റ് അലോക്കേഷൻ ഉണ്ടാകുമെന്ന് റെയിൻ എയർ അറിയിച്ചു. ഒട്ടുമിക്ക യൂറോപ്യൻ എയർലൈൻ കമ്പനികളും ഈ നയമാണ് ഇപ്പോഴുള്ളത്. പഴയ നയം അനുസരിച്ച് കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ ഒരു റിസർവ്ഡ് സീറ്റ് ഫീ നൽകണം എന്നുണ്ടായിരുന്നു. ഇത് നൽകിയാൽ 4 കുട്ടികൾക്ക് വരെ അടുത്തുള്ള സീറ്റുകൾ സൗജന്യമായി തിരഞ്ഞെടുക്കാമായിരുന്നു. കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി കഴിഞ്ഞ മാസം നടത്തിയ അന്വേഷണത്തിൽ ഇതുപോലെ ഒരാളിൽ നിന്നും 8 പൗണ്ട് വരെ ഫീസ് ഈടാക്കിയതായിരുന്നു കണ്ടെത്തിയത്. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള കരുതലും ചുമതലകളും ഈടാക്കുന്നത് ശരിയാണോ എന്നതായിരുന്നു ഇവിടെ തർക്ക വിഷയമായത്. ഇത് ഉപഭോക്തൃ നിയമങ്ങൾക്കനുസരിച്ച് ന്യായമാണോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. മറ്റ് പല എയർലൈനുകളും കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷകർത്താക്കളുടെയോ തൊട്ടടുത്തായി തന്നെ ഫീസ് ഈടാക്കാതെ സീറ്റ് നൽകുന്നുണ്ട്. മാറ്റിയ നയം അനുസരിച്ച് മാതാപിതാക്കൾക്ക് കുട്ടികൾക്കൊപ്പം അധിക ഫീസ് നൽകാതെ പുറകിലെ നിരയിൽ സീറ്റുകളിൽ ഇരിക്കാൻ സാധിക്കും. മുൻനിര സീറ്റുകളെല്ലാം തന്നെ റിസർവ് ചെയ്യപ്പെടാറുണ്ട് എന്നതിനാലാണ് ഇന്നലെ മുതൽ ഈ പുതിയ നയം പ്രാബല്യത്തിൽ വന്നു. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ 235 മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ 200-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അധികൃതരുടെ നിഗമനം. 1500-ലധികം പേർക്ക് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10,000-ലേറെ പേരെ കാണാനില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബുധനാഴ്ച വൈകുന്നേരമാണ് മിനിറ്റുകളുടെ ഇടവേളയിൽ 7.2-ഉം 7.5-ഉം രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനം വൻ നാശം വിതച്ചത്. ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് വെനസ്വേല നേരിട്ടത്. 200-ലേറെ ബഹുനില കെട്ടിടങ്ങൾ നിലം പതിച്ചു എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ. കൂറ്റൻ ഹോട്ടലുകൾ അടക്കം തകർന്നു കിടക്കുകയാണ്. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിന് പകരം കെട്ടിടങ്ങൾക്കുള്ളിൽ ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനാണ് ഊർജിത ശ്രമം നടക്കുന്നത്. തലസ്ഥാനമായ കാരക്കസിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന തീരമേഖലയായ ലാഗറിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായത്. ദുരന്തത്തിൽ കേടുപാട് സംഭവിച്ച വിമാനത്താവളം അടച്ചതോടെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി നേരിടുന്നുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പരിക്കേറ്റ മനുഷ്യരെയും മൃഗങ്ങളെയും വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണ്. രാജ്യത്തെ മുഴുവൻ രക്ഷാസംഘങ്ങളെയും ലാഗറിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വെനസ്വേലൻ ഭരണകൂടം. ഭൂചലനത്തെ തുടർന്ന് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തകർന്ന ആശുപത്രികൾക്കും വീടുകൾക്കും വേണ്ടി സർക്കാർ $200 മില്യൺ പുനർനിർമ്മാണ ഫണ്ട് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമുസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. തുടർന്ന് ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് ആവർത്തിച്ചു. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കും ആയിരിക്കുമെന്നും അറിയിച്ചു. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാൻ അമേരിക്ക ധാരണയ്ക്ക് ശേഷം ആദ്യമായാണ് ആക്രമണം ഉണ്ടാവുന്നത്. ഒമാൻ തുറന്ന സുരക്ഷിത നാവികപാതയ്ക്കെതിരെയാണ് ആക്രമണം ഉണ്ടായതും ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത വസ്തു ഉപയോഗിച്ച് ആക്രമിച്ചത്. ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ കേന്ദ്രം വിശദമാക്കുകയാണ് ഇക്കാര്യം. വ്യാഴാഴ്ച ഒമാന്റെ തെക്കുകിഴക്കൻ മേഖലയിലാണ് സംഭവം അരങ്ങേറിയത്. ആക്രമണത്തിൽ കപ്പലിന്റെ ബ്രിഡ്ജ് ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അനദോല ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് GCC കൂട്ടായ്മ. ബഹ്റൈനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കരുതെന്ന് യോഗം നിലപാടെടുത്തു. അസ്ഥിരത ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണമെന്നും GCC ആവശ്യപ്പെട്ടു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രിയും GCC മന്ത്രിസഭാ കൗൺസിലിന്റെ നിലവിലെ ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ തലീഫ് ബിൻ റാഷിദ് അൽ സയാനിക്ക് യോഗത്തിന് സഹ അധ്യക്ഷനായി എത്തി. GCC അംഗരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവും യോഗത്തിൽ പങ്കെടുത്തു. US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തെ യോഗം സ്വാഗതം ചെയ്തു. ഈ ചർച്ചകൾ പാകിസ്ഥാനും ഖത്തറും വഹിച്ച മധ്യസ്ഥ പങ്ക് ശ്രദ്ധേയമാണ് എന്നും മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും ശത്രുതകൾ സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നതിനുള്ള ശ്രമങ്ങൾ ഐക്യം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും യോഗം ഊന്നിപ്പറഞ്ഞു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതോ സ്വന്തമാക്കുന്നതോ തടയുക എന്നത് പൊതു ലക്ഷ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകൾ എന്നിവയും സ്ഥിരതയിലേക്ക് ഭീഷണിയാകുന്നു എന്ന് യോഗം വിലയിരുത്തി. ഹോർമുസ് കടലിടുക്കിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രിമാർ ഊന്നിപ്പറഞ്ഞു. അന്താരാഷ്ട്ര നിയമപ്രകാരം ട്രാൻസിറ്റ് അവകാശം ഉറപ്പാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കടലിടുക്കിൽ ടോൾ, ഫീസ് അല്ലെങ്കിൽ നിയന്ത്രണ ശ്രമങ്ങൾ ഏർപ്പെടുത്താനുള്ള ഏതൊരു നീക്കത്തെയും യോഗം തള്ളി. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.80 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 94.54 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.43 ഇന്ത്യൻ രൂപ,
ഒരു പൗണ്ട് 1.32 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.52 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറയും. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി. എണ്ണ ഇറക്കുമതി സാധാരണ നിലയിലെത്തിയെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. സിലിണ്ടറിന് 500 രൂപ മുതൽ 700 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് വിവരം. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ വില പ്രഖ്യാപിക്കും. വാണിജ്യ സിലിണ്ടർ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കുന്നതായി കേന്ദ്രം ഇന്നലെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോട്ടൽ മേഖലകൾ ഉൾപ്പെടെ കൂടുതൽ ആശ്വാസമായ പുതിയ വിവരം പുറത്തുവരുന്നത്. നിയന്ത്രണം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വില വർദ്ധിപ്പിക്കുന്നതിനും കാരണമായത്. ആവശ്യത്തിന് സിലിണ്ടറുകൾ ലഭിക്കാതിരിക്കുന്നതും കടുത്ത വില വർധനവും കാരണം കേരളത്തിൽ ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും പ്രതിസന്ധിയിലാവുകയും പലതും അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തിരുന്നു. LPG സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ മാറുകയും വില കുറയുകയും ചെയ്യുന്നതോടെ അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ വീണ്ടും തുറക്കാനാകും എന്നാണ് വ്യാപാരികളും സർക്കാരും പ്രതീക്ഷിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും LPG ശേഖരം കപ്പലുകളിലും കണ്ടെയ്നറുകളിലുമായി രാജ്യത്തിന്റെ വിവിധ തീരങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആവശ്യത്തിന് LPG ലഭ്യത ഉറപ്പായ പശ്ചാത്തലത്തിലാണ് വിതരണം പഴയപടിയാക്കാൻ സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകിയത്. വില കൂടി കുറയുന്നതോടെ രാജ്യത്തെ വാണിജ്യ LPG വിതരണം സാധാരണ നിലയിലാകുമെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്തെ ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിപുല കർമ്മ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാന് സമാനമാണ് രാജ്യവ്യാപകമായ ഈ പദ്ധതി. കേന്ദ്രമന്ത്രി അമിത്ഷാ 3 വർഷം നീളുന്ന മാസ്റ്റർ പ്ലാനാണ് അവതരിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി വിഷൻ ഡോക്യുമെന്റ് പുറത്തിറക്കും. ഇതുവരെ പിടികൂടിയ 6000 കോടി രൂപ വിലമതിക്കുന്ന 2 ലക്ഷം കിലോ മയക്കുമരുന്നും ഇന്ന് നശിപ്പിച്ചുകൊണ്ടായിരിക്കും പരിപാടി ആരംഭിക്കുക. ഡാർക്ക് നെറ്റ് വഴിയുള്ള രാസലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാനുള്ള സമഗ്ര പദ്ധതിയും അവതരിപ്പിക്കും. 44 മന്ത്രാലയങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും 108 പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. അയോധ്യ സംഭാവന തട്ടിപ്പിൽ 8 പ്രതികളെയും പിടികൂടി UP പോലീസ്. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ 3 ജീവനക്കാരെ UP പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ അടുത്ത സഹായി അടക്കം 8 ജീവനക്കാരാണ് കേസിലെ പ്രതികൾ. ഇവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എങ്കിലും ഇപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ടിനു യാദവ്, അനിരൽ മിശ്ര, ലവ്കുശ് മിശ്ര, മനീഷ് യാദവ്, സുഭാഷ് ശ്രീവാസ്തവ, അവിനാശ് ശുക്ല, കരുണേഷ് പാണ്ഡെ, രാംശങ്കർ മിശ്ര എന്നിവരാണ് പ്രതികൾ. ചമ്പത് റോയിയുടെ അസിസ്റ്റന്റാണ് ടിനു യാദവ്. കാണിക്ക വഞ്ചികളുടെ താക്കോലുകൾ ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലഭിച്ച സംഭാവനകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ആളാണ് അനുകൽപ് മിശ്ര. ഇയാളുടെ ബന്ധുവാണ് ലവ്കുശ് മിശ്ര. ഇയാളുടെ വീട്ടിൽ നിന്നും 10 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. ടിനു യാദവിന്റെ ബന്ധുവായ മനീഷ് യാദവിന്റെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയിരുന്നു. പണം എണ്ണി തിട്ടപ്പെടുത്തിയ മറ്റൊരാളാണ് അവിനാശ് ശുക്ല. സംഭാവനകളുടെ കണക്കെടുപ്പിന്റെ ഭാഗമായിരുന്ന ആളുകളാണ് കരുണേഷ് പാണ്ഡെയും രാംശങ്കർ മിശ്രയും. രാംശങ്കർ മിശ്രയാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നാണ് വിവരം. ഇയാളുടെ പക്കൽ നിന്നും കാണിക്കപ്പെട്ടിയുടെ താക്കോൽ SIT കണ്ടെത്തിയത് നിർണായക തെളിവായി മാറി. VSP ഉപാധ്യക്ഷൻ കൂടിയായ ചമ്പത് റായ്ക്ക് ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല എന്ന് SIT കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വൈദ്യ പരിശോധനയ്ക്കു ശേഷം പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനം. സംസ്ഥാനത്തെ ജവാൻ മദ്യ ഉൽപാദനം നിലച്ചതിൽ അട്ടിമറി സാധ്യത അടക്കം അന്വേഷിക്കുന്നുവെന്ന് എക്സൈസ് മന്ത്രി M ലിജു. ജവാൻ ഉൽപാദനം നടക്കാത്തതിനെ തുടർന്ന് മറ്റു മദ്യ കമ്പനികൾക്ക് നേട്ടമുണ്ടായോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായോ എന്നും നികുതി സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. തിരുവല്ലയിലെ ട്രാവൻഡോർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് 2 ആഴ്ചയോളം സർക്കാർ മദ്യമായ ജവാൻ റമ്മിന്റെ ഉൽപാദനം നിലച്ച സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. പാക്കിംഗ് വസ്തുക്കളുടെ ദൗർലഭ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉൽപാദനം നിർത്തിവെച്ചത്. ഒരു ദിവസം 12,000-ഓളം കുപ്പിയുടെ ഉൽപാദനമാണ് നിലച്ചത്. ഉൽപാദനം നിലച്ചു എന്നത് യാഥാർത്ഥ്യമാണ് എന്ന വിവരം ലഭിച്ചയുടൻ തന്നെ യോഗം വിളിച്ചു ചേർത്ത് വിഷയം വിലയിരുത്തിയെന്നും മന്ത്രി പറഞ്ഞു. 750 മില്ലി ബോട്ടിന്റെ ദൗർലഭ്യതയ്ക്ക് കാരണം ടെൻഡർ കാലാവധി കഴിഞ്ഞതാണ്. ഇപ്പോൾ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ തന്നെ 750 മില്ലി ബോട്ടിന്റെ ലഭ്യത ഉറപ്പുവരുത്തും. 1000 മില്ലി ബോട്ടിലിന്റെ ക്ഷാമം പരിഹരിച്ചു. സ്റ്റിക്കറും കാർട്ടനും എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇന്നലെ ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം, പാലക്കാട് ജില്ലകൾ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. 3-ാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനുള്ള പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് വിദ്യാർത്ഥി ചാരായം സ്കൂളിലേക്ക് കൊണ്ടുവന്ന സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നും മന്ത്രി ഷംസുദ്ദീൻ പറഞ്ഞു. ചീത്ത പറഞ്ഞും ശിക്ഷിച്ചും വിദ്യാർത്ഥികളെ തിരുത്താൻ കഴിയില്ല.
അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ അനുമതി നൽകിയാൽ അത് ദുരുപയോഗം ചെയ്തേക്കുമെന്നും അതിനാൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്നും ഇതിന്റെ ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PM ശ്രീയിൽ കരാർ റദ്ദാക്കൽ കോടതിയെ സമീപിക്കുമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന് ഏകപക്ഷീയമായി എല്ലാ അവകാശങ്ങളും നൽകുന്ന തരത്തിലുള്ള ഒരു കരാറിലാണ് മുൻ സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നതെന്നും മന്ത്രി ആരോപിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഈ കരാർ റദ്ദാക്കാനുള്ള യാതൊരു നിബന്ധനകളുമില്ല എന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വർഷത്തേക്ക് BJP ഏറ്റവും സേഫ് ആണെന്ന് മേയർ VB രാജേഷ്. ഈ മാസം 29-ന് കൗൺസിൽ യോഗം നടക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ അവിശ്വാസം വരട്ടെ നേരിടുമെന്നും VB രാജേഷ് പ്രതികരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ ഉണ്ടായ LDF BJP കൗൺസിലർമാർ തമ്മിലുള്ള സംഘർഷത്തിലും തുടർ സംഭവങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മേയർ. കാലിന് പൊട്ടലില്ല, ഡിസോക്ലേഷൻ ഉണ്ട്. ഡെപ്യൂട്ടി മേയർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. രാത്രിയോടെ ഡിസ്ചാർജ് ആയി. മേയർ ഓഫീസിൽ വരുന്നത് തടയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് സമ്മതിക്കില്ല. കൗൺസിലർമാർ അല്ലാത്ത പൊതുപ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിൽ കയറി സമരം ചെയ്യരുത്. ശിവൻകുട്ടി പറയുന്നത് കോമഡിയാണ്. കൗൺസിലർ സുഗതന്റെ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്നും മേയർ പറഞ്ഞു. ജനാധിപത്യപരമായ സമരങ്ങൾ നടക്കട്ടെ, സംഘർഷത്തിൽ കേസുകൾ വരുമെന്നും മേയർ പറഞ്ഞു. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണത്തിലും ഫോറൻസിക് പരിശോധന വേണമെന്ന് സർക്കാരിനോട് കോർപ്പറേഷൻ ആവശ്യപ്പെടും. ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യം ആവശ്യപ്പെടും. ഫോറൻസിക് ഓഡിറ്റിംഗും ആവശ്യപ്പെടുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. മാലിന്യ നീക്കത്തിൽ K മുരളീധരൻ പറഞ്ഞതിന് മറുപടി പറയുന്നില്ല. പ്രശ്നങ്ങളെ തമാശയാക്കാനും കമന്റ് അടിക്കാനുമില്ല. നിലവിലെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ട്. പ്രധാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കോൺക്ലേവ് നടത്തുമെന്നും VB രാജേഷ് കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. ഗ്രൂപ്പ് ഐയിൽ ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന പോരാട്ടത്തിൽ ഫ്രാൻസും നോർവേയും നേർക്കുനേർ. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഗ്രൂപ്പിൽ 2 മത്സരങ്ങൾ വിജയിച്ചാൽ എത്തുന്നത്. ഇന്ന് 2 ഗോളുകൾ കൂടി നേടിയാൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരൻ എന്ന മെസ്സിയുടെ റെക്കോർഡിനൊപ്പം എത്താൻ എംബാവയ്ക്കും സാധിക്കും. ആദ്യ 2 കളിയിൽ നിന്നും മിന്നും ഫോമിലായിരുന്ന എംബാവെ ഇന്ന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് ഏവരും വിലയിരുത്തുന്നത്. സെനഗലിനെയും ഇറാഖിനെയും തോൽപ്പിച്ചാണ് ഇരു ടീമുകളും എത്തുന്നത്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് നോക്കൌട്ടിൽ ഫ്രാൻസിനും സ്വീഡനും നോർവേക്കും ഐവറി കോസ്റ്റിനുമാണ് എതിരാളികൾ. നോക്കൌട്ടിൽ ബ്രസീൽ ജപ്പാൻ മത്സരത്തിന്റെ വിജയികളെ ആയിരിക്കും പ്രീ ക്വാർട്ടറിൽ നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിൽ വിജയിക്കാൻ നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരഫലം മറിച്ചാണെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ നോർവേ മുന്നേറുകയും ബ്രസീൽ ജപ്പാൻ മത്സരത്തിൽ വിജയികളെ പ്രീ ക്വാർട്ടറിൽ തന്നെ ഫ്രാൻസ് നേരിടേണ്ടി വരികയും ചെയ്യും. 2 ദിവസങ്ങൾ കൊണ്ട് നോക്കൌട്ട് ചിത്രങ്ങൾ പൂർണ്ണമായും തെളിയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വജ്ര വ്യാപാരിയും പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയുമായ നീരവ് മോദിക്ക് ലണ്ടൻ ഹൈക്കോടതിയിൽ തിരിച്ചടി. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വായ്പാ കുടിശ്ശികയും പലിശയും ഉൾപ്പെടെ ഏകദേശം 100 കോടി രൂപയ്ക്ക് മുകളിൽ നൽകാൻ നീരവ് മോദി ബാധ്യസ്ഥനാണെന്ന് കോടതി. ലണ്ടൻ സർക്യൂട്ട് കൊമേഴ്സ്യൽ കോടതി വിധി പുറപ്പെടുവിച്ചത് ദുബായ് രജിസ്റ്റർ ചെയ്ത ഫയർ സ്റ്റാർ ഡയമണ്ട് FZE എന്ന കമ്പനിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ച വായ്പയുമായി ബന്ധപ്പെട്ട സിവിൽ കേസിൽ ബാങ്ക് തുക ആവശ്യപ്പെട്ടത് കമ്പനിയുടെ വായ്പയ്ക്ക് നീരവ് മോദി നൽകിയ വ്യക്തിഗത ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ. സമൂഹ മാധ്യമങ്ങളിൽ പ്രകോപനകരമായ രീതിയിൽ പോസ്റ്റിട്ട നഴ്സിന് 6 മാസത്തെ സസ്പെൻഷൻ. പ്രകോപനപരമായ പോസ്റ്റിട്ടത് കള്ളബോട്ട് കയറി അനധികൃതമായി ബ്രിട്ടനിലെത്തിയ അഭയാർത്ഥികളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ വിലയിരുത്തിയത് നഴ്സ് എന്ന നിലയിലുള്ള പെരുമാറ്റ ദൂഷ്യമായിട്ട്. പോസ്റ്റുകൾ ഇട്ട സമയത്ത് ഇവർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബിർമിംഗ്ഹാം NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ബാങ്ക് നഴ്സ് ആയി ജോലി ചെയ്യുകയായിരുന്നു. വെനിസ്ലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ 235 മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ 200-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായി അധികൃതർ. 1500-ലധികം പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ. 10,000-ലേറെ പേരെ കാണാനില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബുധനാഴ്ച വൈകുന്നേരമാണ് മിനിറ്റുകളുടെ ഇടവേളയിൽ 7.2ഉം 7.5ഉം രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനം ഉണ്ടായത്. ഹോർമൂസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. തീരുമാനം കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ല എന്നും ഇറാൻ. സുരക്ഷയുടെ ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കും ആയിരിക്കുമെന്നും ഇറാൻ. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ആക്രമണം ഉണ്ടാവുന്നത് ഇറാൻ അമേരിക്ക ധാരണയ്ക്കു ശേഷം ആദ്യമായി. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറയും. തീരുമാനം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ. എണ്ണ ഇറക്കുമതി സാധാരണ നിലയിലെത്തിയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സിലിണ്ടറിന് 500 മുതൽ 700 രൂപ വരെ കുറഞ്ഞേക്കും. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ വില പ്രഖ്യാപിക്കും. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം നീക്കുന്നതായി
കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ലഹരി മരുന്ന് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിപുല കർമ്മ പദ്ധതിക്ക് ഇന്ന് തുടക്കം. കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാൻ സമാനമായി രാജ്യവ്യാപകമായി പുതിയ പദ്ധതി. 3 വർഷം നീളുന്ന മാസ്റ്റർ പ്ലാനും പരിപാടിയുടെ ഭാഗമായി വിഷൻ ഡോക്യുമെന്റും കേന്ദ്രമന്ത്രി അമിത്ഷാ പുറത്തിറക്കും. ഇതുവരെ പിടികൂടിയ 6000 കോടി രൂപ വിലമതിക്കുന്ന 2 ലക്ഷം കിലോ മയക്കുമരുന്ന് നശിപ്പിച്ചുകൊണ്ട് പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാനത്ത് ജവാൻ മദ്യ ഉൽപാദനം നിലച്ചതിൽ അട്ടിമറി സാധ്യത അടക്കം അന്വേഷിക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. ജവാൻ ഉൽപാദനം നടക്കാത്തതിനെ തുടർന്ന് മറ്റു മദ്യ കമ്പനികൾക്ക് നേട്ടമുണ്ടായോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും നികുതി സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെന്നും മന്ത്രി. മന്ത്രിയുടെ പ്രതികരണം പ്രതികരിയിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് 2 ആഴ്ചയോളം സർക്കാർ മദ്യവുമായി ജവാൻ റമ്മിന്റെ ഉൽപാദനം നിലച്ച സംഭവത്തിൽ. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. 3ാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കുമെന്ന് കരുതുന്നതായും ഇതിനുള്ള പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കണമെന്ന് മന്ത്രി. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്നും ഇതിന്റെ ജാള്യത മറക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും മന്ത്രി. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്നും ഷംസുദ്ദീൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.